ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ താൻ തന്നെ ഇതെടുത്ത് നേരെ വെക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിവൈരാഗ്യം പലർക്കും കാണും. പക്ഷേ നമ്മൾ ഒരേ വർഗ്ഗമാണെന്ന് ആലോചിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ ചെറിയൊരു പ്രൊമോഷന് വേണ്ടി മേലുദ്യോഗസ്ഥരുടെ കാറ് കഴുകാനും കുഞ്ഞുങ്ങളുടെ അപ്പിയിട്ടത് കഴുകാനും ഒക്കെ തുനിഞ്ഞിറങ്ങാറുണ്ടല്ലോ. അത് ചന്ദ്രബോസിന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോഴാണ് ലേശം ഉളുപ്പ് തോന്നേണ്ടത്. അതങ്ങോട്ട് ശരിയാക്കി വെക്കാൻ പറയുകയാണ്. തുടർന്ന് എടുത്ത് വെക്കടോ എന്നിങ്ങനെ മറ്റ് കോൺസ്റ്റബിൾമാരോട് പറയുമ്പോൾ അവർ ഒന്ന് രണ്ട് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് നേരെ വെക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് കാണിച്ച നെറിയേടിന് സബോർഡിനേറ്റ് ആണോ പെറുക്കേണ്ടത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ താൻ കൂടി എടുത്ത് വെക്കുകയെന്ന് പറയണം. അന്നേരം അത് മാഡം എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രബോസ് നിൽക്കുമ്പോൾ ശ്രീരഞ്ജിനി ഇങ്ങനെ ഉഴപ്പിച്ച് നോക്കുകയാണ്. തുടർന്ന് യാതൊരു നിവൃത്തിയും ഇല്ലാതെ ലാസ്റ്റ് ഒരു ചെടിച്ചട്ടി എടുത്ത് നേരെ വെക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് ആകെ അപമാനിതനായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. സത്യഭാമയ്ക്ക് പോയി കൈയെടുക്കുകയാണ്. ബെസ്റ്റ് വിഷസ് പറയുകയാണ്. പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറയുമ്പോൾ മോളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം എന്നൊക്കെ സത്യഭാമ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി പറയുന്നുണ്ട്. തുടർന്ന് ഇത് കണ്ടിട്ട് വിഷ്ണുവും ശാലിനിയും അർജുനും ഒക്കെ ആകെ സന്തോഷിക്കുകയാണ്. ശാലിനിയാണെങ്കിൽ പതുക്കെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ചന്ദ്രബോസ് വേറെ ജനിച്ചു എന്ന് തോന്നുന്നു. തുടർന്ന് ചന്ദ്രബോസിനെ ഇങ്ങനെ ഒരു രൂക്ഷമായിട്ട് നോക്കിയിട്ട് വിഷ്ണു വാളിയാന്നും പറഞ്ഞ് അർജുനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. ചന്ദ്രബോസ് ആണെങ്കിൽ ആകെ കലിപ്പിൽ അവിടെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിന് ശ്രീരഞ്ജിനി കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. തുടർന്ന് മോള് നേരത്തെ എത്തിയൊന്ന് ശ്യാമയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് അങ്ങനെ ഉദ്ഘാടനം തുടങ്ങാനിരിക്കുന്ന വേളയിൽ അവിടെ വേറൊരു കാർ വന്ന് നിൽക്കുകയാണ്. സർലയുടെ വണ്ടിയാണ് വരുന്നത്. തുടർന്ന് എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ് ആരാണ് വരുന്നതെന്ന് അറിയാനായിട്ട്. തുടർന്ന് ഡോറ് തുറന്ന് ആദ്യം സർലയാണ് ഇറങ്ങുന്നത്. എന്നിട്ട് ഇവളോ എന്നിങ്ങനെ സത്യഭാമ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് അതിൻ്റെ തൊട്ടു പിന്നാലെ സുസ്മിത ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം ആ ചേച്ചിയെന്നും പറഞ്ഞ് ചന്ദ്രബോസ് നിൽക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമയുടെ നേരെ സർല സുസ്മിതയും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. അന്നേരം എല്ലാവരുടെയും മുഖത്തും പിന്നെ നാവിൻ തുമ്പിലും ഒരു ചോദ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവൾ എങ്ങനെ പുറത്തിറങ്ങിയെന്നല്ലേ, ജയിലിൽ ചാടിയൊന്നുമല്ല, പരോൾ എന്നിങ്ങനെ പറയുകയാണ്. ഇത് ഇപ്പോൾ പവർ പൊളിറ്റിക്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അധികാരത്തിലിരിക്കുന്നവർ കനിഞ്ഞാൽ ഏത് കൊടും കുറ്റവാളിക്കും നിസ്സാരമായിട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. പിന്നെയല്ലേ എൻ്റെ മകള്, എൻ്റെ പാവം കുഞ്ഞ്, 2 വധശ്രമം മാത്രം കേസുള്ള എൻ്റെ പാവം കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ സുസ്മിതയെ നോക്കി പറയുകയാണ്. അങ്ങനെ സുസ്മിത ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസിനോടാണ് സർല പറയുന്നത്, മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള, മിനിറ്റിന് ലക്ഷങ്ങളൊക്കെ വിലയുള്ള അമീർ അബ്ദുള്ളയൊന്നും കോടതിയിലേക്ക് കെട്ടിയിറക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ ചന്ദ്രബോസ് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അർജുന് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, നീ കോടതിയിൽ ഒഴുക്കിയ വിയർപ്പും പിന്നെ അധ്വാനവും ഒക്കെ ഭാര്യയ്ക്ക് വേണ്ടി ഒഴുക്കിയതൊക്കെ വെറും പാഴായിപ്പോയത് ഞാൻ കണ്ടില്ലേ, എൻ്റെ മോളെ ഇറക്കിക്കൊണ്ട് വന്നതെന്നും പറഞ്ഞ് അങ്ങ് എല്ലാവരെയും അങ്ങ് മുഖത്തടിച്ച പോലെ സംസാരിച്ച് നിൽക്കുകയാണ് സർല അവിടെ. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന് തോളി കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് തലോടിയിട്ട്, മോൾക്ക് സുഖമല്ലേ പ്രീതി എന്ന് ഇങ്ങനെ ഒരു അർത്ഥം വെച്ച് ചോദിക്കുമ്പോൾ പ്രീതി ഒന്ന് ഭയക്കുന്നുണ്ട്. അർജുനെ ഇങ്ങനെ നോക്കുകയാണ്. പ്രീതിയാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പ്രീതി ഇങ്ങനെ സുസ്മിതയും അർജുനെയും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട്. തുടർന്ന് നിനക്കിപ്പോൾ എന്താ വേണ്ടത് സർലേ എന്ന് ദേഷ്യത്തോടെ ഫാമ ചോദിക്കുമ്പോൾ, എല്ലാ ബിസിനസ്സും നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ഈ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം എന്തുകൊണ്ടാണ് നീ എന്നെ അറിയിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ എൻ്റെ മകന് വേണ്ടി വാങ്ങിച്ച ഹോട്ടലാണ് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ ആയിരുന്നല്ലോ എന്നിങ്ങനെ സർല തിരിച്ച് ചോദിക്കുമ്പോൾ, അതിനെല്ലാം തുടക്കം കുറിച്ചത് ആരാണെന്ന് കൂടി ഒന്ന് ചിന്തിക്കണം എന്ന് സുസ്മിതയെ നോക്കി ഇങ്ങനെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ ഇടയ്ക്കേറി പറയുകയാണ്, ഫാമയെ തർക്കത്തിനുള്ള സമയമല്ലല്ലോ ഇത്, നമ്മുടെ മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പിന്നെ സുന്ദരമായ ഒരു മുഹൂർത്തം നടക്കാൻ പോവുകയല്ലേ, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് നോക്കി ചെയ്യുമെന്ന് പറയുമ്പോൾ ഭാമ കമലിനെ വിളിക്കുകയാണ്. അന്നേരം കമലൻ പോയി ആ വലിയ വിളക്ക് കത്തിക്കാനുള്ള ചെറിയ തട്ടത്തിലെ ചെറിയ വിളക്ക് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വരികയാണ്. തുടർന്ന് ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഭാമ ഇങ്ങനെ ആ ദീപം വലിയ വിളക്കിലേക്ക് ഇങ്ങനെ കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷെ അന്നേരം നിർത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിക്കുകയാണ് സരള. ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സത്യഭാമയല്ല, ഈ ഞാനാണ്, സരള എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും രാഘവൻ നായർക്കൊക്കെ ദേഷ്യം വരികയാണ്. വെറുതെ ദിവാസ്വപ്നം കാണേണ്ട സരള, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ വിളക്ക് കൊളുത്താനായിട്ട് പോകുമ്പോൾ രമണൻ പിള്ള സത്യഭാമയെ ഫോൺ ചെയ്യുകയാണ്. വീട്ടിൽ നിന്നാണ് രമണൻ പിള്ള വിളിക്കുന്നത്. അന്നേരം ഫോൺ ബെല്ലടിക്കുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം എടുക്ക് ഭാമയെ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് സത്യഭാമയെ തന്നെ. തുടർന്ന് ഭാമ ഫോൺ എടുക്കുമ്പോൾ എന്താ പിള്ളയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ സരളയുമായിട്ട് എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി
മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ബിസിനസ്സിലെ സർലയുടെ മുഴുവൻ ഷെയറും വിറ്റൊഴിയാനായിട്ട് പോവുകയാണെന്ന്. അന്നേരം മുഴുവൻ ഷെയറും വിറ്റൊഴിയുന്നോ എന്ന് പറഞ്ഞിങ്ങനെ ഭാമ അന്തം വിടുകയാണ്. അന്നേരം അത് വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓഹരി വിപണി ഇടിയും, നമുക്ക് കമ്പനി തന്നെ പൂട്ടേണ്ടി വരും, നമുക്ക് കോടികളുടെ നഷ്ടമുണ്ടാകും, എന്തെങ്കിലും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്കാൻ നോക്ക് സത്യാമ്മയെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഭാമ അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് സർലയ്ക്ക് അറിയാമല്ലോ കാര്യം എന്താണെന്ന്. പക്ഷേ വിഷ്ണുവും ശാലിനിയും ഒക്കെ സത്യഭാമയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവർക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആരാ? നീ സത്യഭാമയാണോ അതോ സർലയാണോ എന്ന് ചോദിക്കുകയാണ്. ആ ദീപം ഇങ്ങി താന്നും പറഞ്ഞ് സത്യഭാമയുടെ കയ്യിൽ നിന്ന് സർല അത് വാങ്ങിക്കുകയാണ്. അന്നേരം ഭാമയെ ഇങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ കാര്യമുണ്ട് രാഘവേട്ട, ഞാൻ പറയാം എന്ന് പറയുകയാണ്. തുടർന്ന് സർല ആ ദീപം വാങ്ങിച്ച ശേഷം വിഷ്ണുവിനോടാണ് പറയുന്നത്, ഇവിടെ വന്നൊരു ദീപം തെളിയിച്ചിട്ട് ഈ സർലയ്ക്കൊന്നും നേടാനില്ല. പക്ഷേ ഈ സർല ആരാണെന്ന് വിഷ്ണുവിന് അറിയണം. ശാരദാമ്മയുടെ മകളല്ല സുസ്മിത, ഈ സർലയുടെ മകളാണ്. കൈവിട്ടു പോയ ഭാഗ്യങ്ങൾ ഓർത്ത് ഓരോ നിമിഷവും നീ ഇങ്ങനെ ദുഃഖിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങ് തല ഒഞ്ചി നിൽക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. അങ്ങ് അഹങ്കാരത്തോടു കൂടി സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് കത്തിച്ചേക്കട്ടെ ഭാമേ എന്ന് പറഞ്ഞിട്ട് അത് സർല തന്നെ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്നിട്ട് സുസ്മിതയോട് ഇങ്ങനെ വിളക്ക് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്ന് കത്തിക്കുന്നോ മോളെ എന്ന്. അന്നേരം വിഷ്ണുവിന് അങ്ങ് ആകെ ദേഷ്യം വരികയാണ്. തുടർന്ന് സുസ്മിത ആണെങ്കിൽ ഇങ്ങനെ ആ വിളക്ക് വാങ്ങിക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, ഒരു മൂടില്ല എന്നിങ്ങനെ വിഷ്ണുവിനെ നോക്കി അങ്ങ് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ കുറേ നേരം സുസ്മിതയെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഓർക്കുന്നത് അന്ന് ആ ജയിലിൽ വെച്ച് സുസ്മിതയ്ക്ക് നേരെ താലി നീട്ടിയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതും എനിക്ക് ഇത്രേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞും സത്യഭാമയെ കൊണ്ട് കാല് പിടിച്ചതും ഒക്കെ ഓർത്ത് വിഷ്ണു ആണെങ്കിൽ സകലതും അങ്ങ് കടിച്ചമർത്തി ക്ഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഇനി നീ കത്തിക്ക് ഭാമയെന്നും പറഞ്ഞ് സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ്. സത്യഭാമ ഒരു ദീപം കത്തിക്കുന്നുണ്ട്. തുടർന്ന് രാഘവേട്ടാന്ന് വിളിക്കുമ്പോൾ വേണ്ട ആയിക്കോ എന്നിങ്ങനെ രാഘവൻ നേരെ ദേഷ്യത്തിലാണ്. തുടർന്ന് ഇനി നിന്റെ മക്കളെ കൊണ്ട് കത്തിക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ വിളിക്കുകയാണ് ഭാമ. അന്നേരം വിഷ്ണു അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ വന്ന് കത്തിക്കുക എന്നിങ്ങനെ സർല പറയുകയാണ്. തുടർന്ന് ഗത്യന്തരമില്ലാതെ വിഷ്ണു വന്ന് ദീപം കത്തിക്കുന്നുണ്ട്. തുടർന്ന് അർജുനെ വിളിക്കുന്നുണ്ട്, ശാലിനിയെ വിളിക്കുകയാണ്. ശാലിനിയൊക്കെ മനസ്സോടുകൂടിയാണ് സർലയുടെ മുമ്പിൽ അങ്ങനെ മാനം കെട്ട് ദീപം തെളിയിക്കുന്നുണ്ട്, പ്രീതി തെളിയിക്കുന്നുണ്ട്. എല്ലാവരും ഉദ്ഘാടനം കഴിയുകയാണ്. തുടർന്ന് ഇതിനെല്ലാം ശ്രീരഞ്ജിനി സാക്ഷിയാണ്. ചന്ദ്രബോസ മുറ്റത്ത് നിന്നെല്ലാം കാണുന്നുണ്ട്. തുടർന്ന് ഞാൻ ഇറങ്ങട്ടെ സത്യാമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇത്ര പെട്ടെന്നെന്ന് പറയുമ്പോൾ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, പോലീസിൻ്റെ പണിയല്ലേ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് രാഘവേട്ടനോടും വിഷ്ണുവിനോടും ശാലിനിയോടും എല്ലാവരോടുമൊക്കെ യാത്ര പറഞ്ഞ് ശ്രീരഞ്ജിനി ഇറങ്ങുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സല്യൂട്ട് അടിച്ച് ചന്ദ്രബോസ് വയ്ക്കുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി ഒരു നോട്ടം നോക്കിയിട്ട് ശ്രീരഞ്ജിനി അങ്ങ് പോവുകയാണ്. അന്നേരം ബ്ലഡി ഫൂൾ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് മനസ്സിൽ പറയുന്നുണ്ട് ദേഷ്യത്തോടു കൂടി. തുടർന്ന് സർല ഇങ്ങോട്ട് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് സുസ്മിത ചോദിക്കുകയാണ്, അമ്മേ ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ എന്ന്. അന്നേരം നീ അങ്ങോട്ട് പൊളിക്കും മോളെ, സർലയുടെ മോളാണെന്ന് നീ തെളിയിക്കണം, ചിറ്റപ്പനും ഞാനുമൊക്കെ ഇടം വലവും നിൽക്കുമല്ലേ, നീ അങ്ങോട്ട് തകർക്ക് എന്ന് പറയുകയാണ്. അന്നേരം അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി ആയിരുന്നു ഒരു തടസ്സം, അവരങ്ങോട്ട് പോയല്ലോ, ഇനി ഞാൻ എൻ്റെ പണി നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ അവർ അടക്കം പറയുന്ന പോലെയാണ് പറയുന്നത്. അന്നേരം എല്ലാവരും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്, എന്താണ് അവർ പറയുന്നതെന്ന്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ ഹോട്ടലിൻ്റെ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ദാസനെയാണ് ഫോൺ വിളിക്കുന്നത്, നീ ഇവിടെ ഇന്നുണ്ടാവേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറയുകയാണ്. തുടർന്ന് കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് പോയി എന്നിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇടനാഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പുറകെ സുസ്മിത വരുന്നുണ്ട്. സുസ്മിത ഇങ്ങനെ പതുങ്ങിയാണ് വരുന്നത്. എന്നിട്ട് വിഷ്ണു ഒരു റൂമിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് സുസ്മിത ആണെങ്കിൽ പെട്ടെന്ന് വിഷ്ണുവിനെ പിടിച്ച് ആ റൂമിനകത്തേക്ക് അങ്ങ് തള്ളുകയാണ്. വിഷ്ണു കാണുന്നില്ല ആരാണെന്ന്. റൂമിനകത്തേക്ക് അങ്ങ് വിഷ്ണു വീഴുന്നുണ്ട്, ഫോണ് താഴെ വീഴുന്നുണ്ട്, പക്ഷേ അതകത്താണോ പുറത്താണോ എന്ന് കണ്ടില്ല. തുടർന്ന് ഡോർ അങ്ങ് സുസ്മിത വെളിയിൽ നിന്ന് അങ്ങ് ലോക്ക് ചെയ്ത് അങ്ങ് പൂട്ടിയെടുക്കുകയാണ്, കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ലൈറ്റും എല്ലാം അങ്ങ് വെളിയിൽ നിന്ന് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, AC റൂം, യാതൊരു വെന്റിലേഷനുമില്ല, നീ എത്ര നേരം നിനക്ക് പിടിച്ചു നിൽക്കാമെന്ന് നോക്കട്ടെ, കുറച്ച് നേരം അകത്ത് കിടക്ക് വിഷ്ണു, ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ എന്നും പറഞ്ഞ് താക്കോലും പൂട്ടി അങ്ങ് നടന്നങ്ങ് പോവുകയാണ്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ആരാന്നും പറഞ്ഞ് ഡോറിലിട്ടൊക്കെ പിടിക്കുകയും തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സുസ്മിതയാണെന്ന് വിഷ്ണു കണ്ടില്ല. ഇതേസമയം ശാരദാമ്മയെ ഫോൺ ചെയ്യുകയാണ് ശാലിനി. ഇതുവരെ അമ്മ പുറപ്പെട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ശാലിനി ഫോൺ വയ്ക്കുമ്പോൾ സത്യഭാമ വരികയാണ്. വിഷ്ണുവിനെ കണ്ടില്ലോ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനും കണ്ടില്ല എന്ന് പറയുമ്പോൾ നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട് വിഷ്ണുവിനെ. അതേസമയം വിഷ്ണുവിൻ്റെ ഫോൺ മുറിക്ക് അകത്ത് തന്നെയാണ് വീണത്. പക്ഷേ വിഷ്ണു എടുത്ത് നോക്കുമ്പോൾ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ്, ആ ഒരു വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയതായിരിക്കും. ശാലിനി ഫോൺ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. വിഷ്ണു ആണെങ്കിൽ ആ ദേഷ്യത്തിലും കലിപ്പിലും ഒക്കെ ഡോറിലങ്ങ് മുട്ടുകയും അതിലിട്ട് ഇടിക്കുകയും ഒക്കെ
ഒക്കെ ചെയ്യുകയാണ്, തുറക്കാനൊക്കെ പറഞ്ഞുകൊണ്ട്. അന്നേരം ഇവനിത് എവിടെ പോയി എന്നും പറഞ്ഞ് സത്യഭാമ നിൽക്കുമ്പോൾ എന്താ ഏട്ടത്തിയമ്മയെന്നും പറഞ്ഞ് കമലം വരുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടനെ കാണാനില്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോൾ ഈ സമയത്തിനിടയ്ക്ക് എവിടെ പോയി എന്നും പറഞ്ഞ് അവർ മൂന്നുപേരും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സർലയുടെ അടുത്തേക്ക് സുസ്മിത വരുന്നുണ്ട്. സർല ഇവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം അതിനിടയ്ക്ക് നീ പണി പറ്റിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ഡോസ്, കലിപ്പ് തീരുന്നില്ല അമ്മയെന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് മിനിറ്റുകൾക്കിടയ്ക്ക് ഓരോ വ്യത്യാസത്തിലും ഇങ്ങനെ ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കണം എന്നിങ്ങനെ സർല സുസ്മിതയോട് പറയുകയാണ്. പണി എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും സാവകാശം പോലും അവർക്ക് കൊടുക്കരുത് എന്നൊക്കെ സർല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊന്ന് അന്വേഷിക്കാൻ ഏട്ടത്തിയമ്മെന്നിങ്ങനെ ശാലിനിയോട് പിന്നെ കമലം പറയുകയാണ്. തുടർന്ന് സത്യഭാമയ്ക്കൊരു കോൾ വരുന്നുണ്ട്. ഭാമ അതെടുത്ത് പോവുകയാണ്. തുടർന്ന് വിഷ്ണു അല്ല കമലനും ശാലിനിയും കൂടി ഇറങ്ങുകയാണ്. അന്നേരം സുസ്മിതയോട് സർല ചോദിക്കുന്നുണ്ട് എവിടെയാടി എന്ന്. അന്നേരം അങ്ങ് മൂലയ്ക്കുള്ളൊരു റൂമാണ്, അങ്ങോട്ടൊരു ഈച്ച പോലും പോകാറില്ല, അത് കഴിയുമ്പോൾ ഓക്സിജൻ അതൊക്കെ കട്ടാവും, വാഷ്റൂമിൽ പോലും വെന്റിലേഷൻ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം വിഷ്ണുവിനാണെങ്കിൽ റൂമിനകത്ത് അങ്ങ് ആകെ ചൂടെടുക്കുന്നുണ്ട്. ഒരു വെപ്രാളത്തിലൊക്കെ വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. തുടർന്ന് കമലനും ഈ ശാലിനിയും കൂടി എതിരെ വരുന്നൊരു ഓഫീസ് ബോയോട് വിഷ്ണുവേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല മാഡം എന്നിങ്ങനെ അയാൾ പറയുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിഷ്ണുവിനെ ഇവർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതും എങ്ങനെ രക്ഷിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡ്. എന്തായാലും സർല ഉദ്ഘാടനം ചെയ്തത് എന്തായാലും അവർക്ക് പണിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ ഇനി എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കാം നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു.